ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിംഗ് ഇൻ സെങ്സു എപ്പിസോഡ് 18 മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നയോനയ്ക്കാണെങ്കിൽ യുൻഹോയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നുണ്ട്. അതായത് സത്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ടെമ്പിളിലേക്ക് വരാൻ പറഞ്ഞിട്ടായിരിക്കും ആ മെസ്സേജ്. ഇവനാണെങ്കിലോ ആ അമ്പലത്തിൽ എത്തിയിട്ട് ദായുവിൻ്റെ ഒപ്പമുള്ള ഒരു കുറച്ച് ഫോട്ടോസ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അവിടെ ഈ വൈറ്റ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് എത്തുന്ന ദയോനയാണെങ്കിൽ ഈ ഫോട്ടോസും ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നേ എന്നും ആലോചിച്ച് ഇവിടെ നിൽക്കുന്നതും ഇവൾ അവിടെ യുൻഹോയെ കാണുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ യുൻഹോ നയോനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേന്ന്. ഇവളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നതും 2 വർഷം മുന്നേ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോഴും നിങ്ങൾക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. അതായത് മുന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു, ഇവൻ ആദ്യമായിട്ടും ഇവളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ലേറ്റ് കമർ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ ഒരു സീൻ കാണിച്ചിരുന്നില്ലേ? അന്നായിരുന്നു ഇവർ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തത്. പക്ഷെ അത് നയോനയുടെ വ്യൂവിലാണ് കേട്ടോ. അതായത് യുൻഹോ ആദ്യമായിട്ട് ഇവളെ മീറ്റ് ചെയ്യുന്നത് അന്നല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നീ എന്താ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന നയോനയോട് ഒരാഴ്ച സമയം തരാം, അതിനുള്ളിൽ എവിഡൻസ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് യുൻഹോ ചോദിക്കുന്നതും നയോന ഇപ്പൊ ഇവൻ പറഞ്ഞ ഈ ഡയലോഗ് ഫോണിലൂടെ പറഞ്ഞത് ആലോചിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. യുൻഹോയാണെങ്കിൽ ഒരാഴ്ച സമയം തരാം, ആ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ശരിക്കും മാപ്പ് ചോദിക്കുകയാണെങ്കിൽ, അതുപോലെ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ ഇതെല്ലാം നിർത്താമെന്ന് പറഞ്ഞ് യുൻഹോ ഭയങ്കര ദേഷ്യത്തില് ഇതുവരെ ഇല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. നയോനയാണെങ്കിൽ ഈ ടൈമിലാകെ ടെൻഷൻ അടിക്കുന്നതും ഇവള് 5 വർഷം മുന്നത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതായത് അന്നത്തെ ഡയറക്ടർ ആണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രപ്പോസൽ ശരിയാക്കണം എന്ന് പറയുമ്പോൾ, അതായത് ഒരു കാൻഡിൽ പ്രൊജക്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു സെന്റ് ഉണ്ടാക്കേണ്ടി വരും. ആ സമയത്ത് ഇവളാണെങ്കിലോ അവിടെ ബാൻഡി കാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് ശരിക്കും ദായുവിൻ്റെ ആയിരിക്കും. ആ പ്രപ്പോസൽ ഇവൾ കോപ്പി അടിച്ചിട്ടാണ് ഇതിനു വേണ്ടി റെഡിയാക്കുന്നത്. അതിനുശേഷം ബാൻഡി കാൻഡിൽസ് എന്ന് പറയുന്ന പ്രൊജക്ട് ഇവൾ കത്തിച്ച് കളയുന്നുണ്ട്. ഇത് ആലോചിക്കുന്ന ഇവൾ ശരിക്കും ടെൻഷൻ അടിക്കുന്നതും യൂമിയാണെങ്കിൽ അണ്ടർഡോഗ് ടീമിൽ വന്നിട്ട് നയോനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടർഡോഗ് ടീമിൻ്റെ മാനേജറായി നീ എന്തിനാ നയോനെ അന്വേഷിക്കുന്നത് ഇവർ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ട് പോകുന്ന ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഇവളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവളാണെങ്കിൽ നേരെ നയോനയെ വിളിക്കുന്നതും നീ ഇതെവിടെയാ, നിനക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതുമാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ജെന്നി ആണെങ്കിൽ ഇവരുടെ ഓഫീസ് ഓൺലൈനിൽ നമ്മുടെ നയോനയ്ക്കെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ കാണുമ്പോൾ ഇതെല്ലാവർക്കും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഇത് അവരുടെ ഓഫീസിലെ ആ മെയിൻ ബോർഡിലും പ്രദർശിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതും അങ്ങോട്ട് വരുന്ന യൂമിക്ക് എന്തായാലും നല്ല സന്തോഷം വരുന്നുണ്ട്. ഇവളപ്പോൾ ആലോചിക്കുന്നത് ഒരു കാര്യമാണ്. അതായത് മുന്നത്തെ ഒരു സീനിലെ ഡയറക്ടർ ഹാൻ ഇവളെ പിടിച്ച് പുറത്താക്കിയല്ലോ. അപ്പോൾ ഇവള് മിസ്റ്റർ നാമിനോട് ചോദിക്കുന്നുണ്ട് യുൻഹോ എന്ത് കണ്ടീഷന്റെ പേരിലാണ് ആളുടെ കൂടെ കൂടിയിട്ടുള്ളതെന്ന്. അന്ന് അവിടെ ഒന്നും കാണിച്ചിരുന്നില്ല. പക്ഷേ അന്ന് മിസ്റ്റർ നാം പറഞ്ഞിരുന്നു, അതായത് ഇവൻ വെച്ചൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുന്നേ നയോന ഉൾപ്പെട്ടിട്ടുള്ള ബാൻഡി കാൻഡിൽസ് പ്രൊജക്ടിന്റെ ഇൻഫോർമേഷൻ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാണ് അവൻ ആവശ്യപ്പെട്ടിട്ടുള്ള കണ്ടീഷൻ എന്ന് ഇവൾ ആലോചിച്ചെടുക്കുന്നതും. പിന്നീട് ഇവള് തന്നെയാണ് കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് രാത്രിയിൽ ആരും കാണാൻ്റെ ഓഫീസിലെ ഗോഡൌണിൽ വന്ന് ഈ ഒരു കാൻഡിൽ പ്രൊജക്ടിന്റെ ഇൻഫർമേഷനൊക്കെ കട്ടെടുക്കുന്നത് കേട്ടോ. ഇവള് തന്നെ ആയിരിക്കണം മിക്കവാറും ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തത്. മിസ്റ്റർ ചായ് ആണെങ്കിലോ നയോനയെ വിളിച്ച് നിന്നെ പറ്റിയിട്ട് മോശമായിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ ഇവിടെ പ്രചരിക്കുന്നുണ്ടെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ നേരെ വീട്ടിലെത്തി യുൻഹോയാണ് തിരയുന്നത്. വീട്ടിലെത്തുമ്പോൾ വീട് മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്നതാണ് നയോന കാണുന്നത്. അതായത് ആരോ എന്തൊക്കെയോ സെർച്ച് ചെയ്ത പോലെ അവിടെ ഒരുപാട് പേപ്പർ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതെടുത്ത് നോക്കുമ്പോൾ അതിലൊരു ന്യൂസ് ഇവൾ കാണുന്നുണ്ട്. നമിയാൻചു ഫാക്ടറിയിൽ തീ പിടിച്ചു എന്നാണ് പറയുന്നത്. അതൊരു കാൻഡിലിൽ ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരിക്കും കേട്ടോ. ഇവളപ്പോൾ ആലോചിക്കുന്നതോ യുൻഹോയ്ക്ക് ബാൻഡി കാൻഡിൽസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അതുപോലെ ആ തീപിടുത്തം നടന്ന ഫാക്ടറിയിലേക്ക് ഇവൾ പോകുന്നതും അവിടെ ഇവൾ കുറച്ച് പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഏതൊക്കെയോ ഒരു ബ്ലാക്ക് കൈകളൊക്കെ വന്നിട്ട് ഇവളെന്നെ പിടിക്കുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അതായത് ഇതൊരു അസുഖമായിട്ട് മുന്നേയും കാണിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഇവൾക്ക് ആരംഭിച്ചത് തന്നെ ഇവിടുന്ന് മുതലാണ് കേട്ടോ. ഇതെല്ലാം ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് കോണിംഗ് ബെൽ അടിക്കുന്നതും അത് യുൻഹോയാണെന്ന് പ്രതീക്ഷിച്ച് ഇവൾ വാതിൽ തുറക്കുമ്പോൾ അത് മിസ്റ്റർ ചായ് ആയിരിക്കും. HR ടീം നിന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഇവൻ പറയുന്നുണ്ടെങ്കിലും ആർട്ട് ടീമിന്റെ മാനേജറായ നിന്റെ ഒരു ഹെൽപ്പും വേണ്ടെന്നാണ് ഇവൾ പറയുന്നത്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ. പക്ഷെ ഇവളാണെങ്കിലോ ദേഷ്യത്തിൽ ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞ് ഇവനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലെ ഡയറക്ടർ ഹാനും യുൻഹോയും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഡയറക്ടർ ഹാനു പറയുന്നുണ്ട്, നീ ഞാൻ പറഞ്ഞ പോലെ തന്നെ HQ മോട്ടോഴ്സിന്റെ ഡീൽ സ്റ്റോപ്പ് ചെയ്തു, ഇനി നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ 5 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ കാൻഡിൽ പ്രൊജക്ടിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്നാണ് യുൻഹോ അവിടെ ചോദിക്കുന്നത്. അതാണോ നിനക്ക് അറിയേണ്ടത്? അത് വളരെ സിമ്പിൾ അല്ലേ? ആ ഒരു പ്രശ്നത്തിന്റെ പിന്നിലെ നയോനയാണ് എന്ന് പറയുന്നതും അതിന് നിങ്ങളുടെ കയ്യിൽ വല്ല എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന യുൻഹോയ്ക്ക് ഡയറക്ടർ ഹാനെ എന്തോന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ നയോനയാണെങ്കിൽ ഹെഡ് ഓഫീസിലെത്തി ഡയറക്ടർ ഹാനിനെ മീറ്റ് ചെയ്യുന്നതും താൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ ഹാനിനോട് താൻ പുതിയൊരു പണിക്കാരനെ വെച്ചിട്ട്
എന്നിട്ട് HQ മോട്ടോഴ്സുമായിട്ടുള്ള എൻ്റെ ഡീല് നിർത്തിവെച്ചുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആഹാ, ഞാനും യുൻഹോയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിനെ പറ്റി നീ മുന്നേ തന്നെ അറിഞ്ഞോ? ഞങ്ങൾ എന്തായാലും നല്ല പാർട്ട്നേഴ്സ് തന്നെയാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നിന്റെ തകർച്ച എന്ന് പറയുന്ന ഡയറക്ടർ ഹാനിനോട് ഇത്രയും മാത്രം സംസാരിക്കാൻ എനിക്കെതിരെ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. അതുകൊള്ളാം, 5 വർഷം മുന്നേ നടന്ന ആ ഒരൊറ്റ കേസ് അത് തന്നെ പോരെ എന്ന് പറയുന്ന ഹാനാണെങ്കിൽ, എനിക്ക് എന്തായാലും ഭയങ്കര ആകാംക്ഷയുണ്ട്. അതായത് സത്യാവസ്ഥ എല്ലാം യുൻഹോ തിരിച്ചറിഞ്ഞ അവൻ നിന്നെ എന്താ ചെയ്യുക? ചിലപ്പോൾ കൊല്ലുമായിരിക്കുമോ എന്നൊക്കെ ഹാൻ ചോദിക്കുന്നതും, എൻ്റെ കാര്യം ആലോചിച്ച് താൻ പേടിക്കേണ്ട, താൻ തൻ്റെ കാര്യം മര്യാദയ്ക്ക് ആലോചിക്കുന്നു പറഞ്ഞ് നയോൻ അവിടെ നിന്നും പോകുമ്പോൾ ഹാൻ പറയുന്നുണ്ട്, അതായത് ഞാൻ എന്തിനാ പേടിക്കേണ്ട ആവശ്യം, ഞാൻ എപ്പോഴും ബാഡ് ഗൈ അല്ലേ എന്ന്. നെക്സ്റ്റ് സീനിൽ യുൻഹോയാണെങ്കിൽ ആ ടെമ്പിളിൽ ആകെ വിഷമിച്ചിരിക്കുന്നതും ഇവൻ അപ്പോൾ പാസ്റ്റത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതായത് ദായൂന് ഈ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇവൻ പറയുന്നുണ്ട്, നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് വലിയ ഇൻഫോർമേഷൻ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇനി സെഗ്യ ഗ്രൂപ്പ് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കുന്നതോടുകൂടി ഇത് ആളുകളിലേക്കൊക്കെ എത്തും. സോ ഇതിന് നല്ല പബ്ലിസിറ്റി കിട്ടുമെന്നൊക്കെ പറയുന്ന ടൈമിൽ ദായൂൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നതിന് പകരം ഒരാളെങ്കിലും ഈ സാധനം ആത്മാർത്ഥമായിട്ട് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഹാപ്പി ഉണ്ടായിരിക്കും എന്നാണ്. ഇതേ ഡയലോഗ് മുന്നേ യുൻഹോ നമ്മുടെ നയോനയോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇവളുടെ ഡയലോഗാണത്. ഇത് കേൾക്കുന്ന യുൻഹോയാണെങ്കിൽ, നീ എപ്പോഴും ഫസ്റ്റ് ആവണം, അത് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ എന്ന് പറഞ്ഞ് ഇവൾക്കൊരു ചരട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചരട് തന്നെ ഇവൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഇതൊക്കെ ഇവൻ ആലോചിക്കുന്നതും ആ ടൈമിൽ ഡയറക്ടർ ഹാനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത്, നിനക്ക് എവിഡൻസ് വേണ്ടേ? എവിഡൻസ് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തേ പറ്റൂ, നീ വേഗം സെഗ്യ ഗ്രൂപ്പിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇവൻ പിന്നീട് അങ്ങോട്ട് പോകുന്നതും നയോനയാണെങ്കിൽ അവളുടെ സ്റ്റാഫിനോട് HQ മോട്ടോഴ്സിൻ്റെ ഡീല് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ സ്റ്റാഫ് മൊത്തം അന്തം വിടുന്നുണ്ട്. മാഡം തന്നെയല്ലേ പറഞ്ഞത് ചെയ്യേണ്ടെന്ന്, ഇപ്പം എന്തെങ്ങനെ മാറിയെന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ ദേഷ്യപ്പെടുന്നതും, നിങ്ങൾ ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. പിന്നീട് നോക്കുന്ന ടൈമിൽ ഇവൾക്ക് ഇവളുടെ ടേബിളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അതായത് ഇവൾ നേരത്തെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡയറക്ടർ ഹാനിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടി, അയാൾ വെച്ച ഫോട്ടോസ് ആയിരിക്കും. ഇവളാണെങ്കിൽ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഡയറക്ടർ ഹാനിൻ്റെ വീക്ക്നെസ് എന്താണെന്നറിയാൻ ഇതൊന്നും പോരാ എന്നും ആ HQ മോട്ടോഴ്സിൻ്റെ ഡീല് അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നും. അതിനുശേഷം ഇവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂമിയെ കാണുന്നതും യൂമിയാണെങ്കിൽ എൻ്റെ പ്രസൻറ്റ് നിനക്ക് ഇഷ്ടമായോ എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ തീരെ സമയമില്ല എന്ന് നയോന പറയുമ്പോൾ യൂമിയാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട്, 5 വർഷങ്ങൾക്ക് മുന്നേ നമ്മളിവനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഇവനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഓർമ്മ വന്നില്ല. ഓർമ്മ വന്നിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞേനെ. വേറെ ആരെ പറ്റിയിട്ടല്ല പറയുന്നത്, നമ്മുടെ യുൻഹോയെ പറ്റിയിട്ടാണ്. യുൻഹോ ശരിക്കും ബാൻഡി ക്യാൻഡിൽസിൻ്റെ ഓണർ ആയിരുന്നു എന്ന് പറയുന്നതും നയോന ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ അവൻ്റെ പ്രപ്പോസലിലെ മറ്റൊരു പ്രൊജക്റ്റിന് വേണ്ടി മോഷ്ടിച്ചത് എന്തായാലും അന്നത്തെ ഐഡിയ കൊള്ളായിരുന്നു, പക്ഷേ അത് നിന്റെ തലയിൽ നിന്നുള്ളതല്ല, വേറെ ആരുടെയോ തലയിൽ നിന്നുള്ളതായിരുന്നു. അല്ല, എല്ലാ പ്രൊജക്റ്റും നീ ഇങ്ങനെ മോഷ്ടിക്കുകയാണോ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ തീരെ സമയമില്ല, ഞാൻ ആദ്യം ഡയറക്ടർ ഹാനിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ, എന്തായാലും ഡയറക്ടർ ഹാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായെന്ന് പറഞ്ഞ് നയോന അവിടെ നിന്നും പോകുന്നതും ഓഫീസിൽ എല്ലാവരും ഇവൾ പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. നയോനയാണെങ്കിലോ നേരെ HQ മോട്ടോഴ്സിൻ്റെ പ്രസൻറ്റേഷൻ നടക്കുന്ന ഹാളിലേക്ക് ഇടിച്ചു കയറി വരുന്നതും ഇവളുടെ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ ഇവളെ പുറത്താക്കാൻ നോക്കുന്നതും, നിങ്ങളുടെ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ, എനിക്കൊരു പ്രപ്പോസൽ അയച്ചിട്ട് ഇനി അനുവാദം ചോദിക്കാനൊന്നും ടൈമില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സെഗ്യ ഗ്രൂപ്പ് ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നുണ്ട്, ഞാനും അവതരിപ്പിക്കുന്നുണ്ട്, അതിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ പോരെ. എനിക്ക് ഈ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാൻ നിങ്ങൾ സമയം തരണമെന്ന് പറയുന്നതും HQ മോട്ടോഴ്സിൻ്റെ CEO ആണെങ്കിൽ സെഗ്യ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന നയോനയാണെങ്കിൽ, എൻ്റെ ഈ പ്രസൻറ്റേഷനെ വെല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ അത് സെഗ്യ ഗ്രൂപ്പിൽ ഡയറക്ടർ തന്നെ വരേണ്ടി വരുമെന്ന് ഇവൾ ഭയങ്കര ആത്മവിശ്വാസത്തോടെ പറയുന്നതും അപ്പോൾ CEO പറയുന്നുണ്ട്, സെഗ്യ ഗ്രൂപ്പുകാർ ഇപ്പോൾ അടുത്തൊരു മാർക്കറ്റിംഗ് ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മാനേജറാണ് ഇങ്ങോട്ട് വരുന്നത്, ആളെ തനിക്ക് അറിയായിരിക്കും, ഇപ്പോൾ അടുത്ത് പോപ്പപ്പ് സ്റ്റോറൊക്കെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നതും അവിടേക്ക് യുൻഹോ വരുന്നത് കണ്ട് ഇവളുടെ കിളി പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ, ഞാൻ സെഗ്യ ഗ്രൂപ്പിൻ്റെ മാർക്കറ്റിംഗ് മാനേജറാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി നയോനയോട് ചോദിക്കുന്നുണ്ട്, അതായത് നിന്നോട് ഞാൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ പറഞ്ഞതല്ലേ, അതൊന്നും ചെയ്യാതെ നീ ഇപ്പോൾ മറ്റാരുടെയെങ്കിലും പ്രപ്പോസലായിട്ടാണോ ഇങ്ങോട്ട് വന്നേന്ന്. നയോനയാണെങ്കിലും, നീ ആരാന്ന നിന്റെ വിചാരം എന്നിവനോട് ചോദിക്കുന്നതും CEO ആണെങ്കിൽ, ബേസിക്കലി നിങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിൽ നിന്ന് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നതും ആ ടൈമിൽ രണ്ടുപേർക്കും വരാറുള്ള ആ തലവേദന വരുന്നുണ്ട്. അതായത് ഇവരുടെ ആത്മാക്കളെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തായാലും രണ്ടുപേരും പരസ്പരം നോക്കി അന്തം വിട്ടു നിൽക്കുന്നതും ഇതേ ടൈമിൽ ടെമ്പിളിലുള്ള ദായൂനാണെങ്കിൽ ഇവൾ നോക്കുന്നതിനനുസരിച്ച് അവിടെയുള്ള ക്യാൻഡിൽസ് ഒക്കെ തന്നെ തെളിയുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങൾ
നിങ്ങൾക്ക് രണ്ടുപേർക്കും തരുന്ന അവസാനത്തെ ചാൻസ് ആണ്. ഗുഡ് ലക്ക് എന്ന് പറയുന്നതിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ആത്മാക്കൾ ചേഞ്ച് ചെയ്യുന്നത് ദായൂൻ കാരണമാണെന്ന്.